അവസാനം നമ്മൾ സ്ഥിരം ഭഗവാനോട് എടുക്കുന്ന ഒരു ബ്രഹ്മാസ്ത്രം ഉണ്ട്, ദയവായിട്ട് നിങ്ങൾ ആരും അത് ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഭാവം വന്ന് ചോദിച്ചു അത്രേ, ഞാനായിട്ട് തരാതിരുന്നതല്ലേ, എന്റെ ഒന്ന് പിടിച്ചു വാങ്ങിയതല്ലേ, ഞാൻ ഉണ്ടായിരുന്നല്ലോ, എന്നെ എന്തുകൊണ്ട് കണ്ടില്ല? എന്താണ് ഗുരുവായൂരപ്പന്റെ യഥാർത്ഥത്തിലുള്ള മഹത്വം എന്ന് ചോദിച്ചാൽ, എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, പെരുന്നാളത്തപ്പന്റെ ഈ തിരുവുത്സവ സമയത്ത് ഭഗവാൻ തന്റെ ഉത്സവ നാളുകളിലൂടെ കടന്നു പോകുമ്പോ നിത്യോത്സവമുള്ള ഒരാള് ഗുരുവായൂര് ശ്രീകോവിലിൽ ഇരിക്കുന്നു. അപ്പൊ കഴിഞ്ഞുള്ളൂ. എത്ര പേര് വന്നിരുന്നു ഗുരുവായൂർ ഉത്സവത്തിന്? ഒരാളെ കണ്ട്, എന്നെ കണ്ടിരുന്നു നമ്മൾ അവിടെ കണ്ടല്ലോ. അപ്പൊ ഇത് ഒരു പരിചയം തോന്നി. മുദ്രപ്പുഴുക്കും കഞ്ഞിയും അല്ലേ? ഞങ്ങളവിടെ പോയപ്പോ ഉത്സവത്തിന് ഒരു ഗുരുവായൂരിന്റെ വിഷ്വൽ ഉണ്ടായിരുന്നു. എനിക്ക് ഗുരുവായൂരിനെ കാണാൻ തോന്നി. അപ്പൊ ഒന്ന് പുറകിലേക്ക് നോക്കിയതാണ്. കുറച്ചൊന്നൊരു വന്നോളൂ. ഗുരുവായൂർ ഉത്സവത്തിന് പോയപ്പോ പള്ളിവേട്ട ഉത്സവ ബലി ദിവസം വരെ കഞ്ഞിയുണ്ട്. അപ്പൊ കഞ്ഞി വിളമ്പി പാളപ്ലേറ്റില് പരിചയമുള്ള ആൾക്കാരുണ്ടാവും. പുഴുക്ക് കഞ്ഞിയുടെ മുകളിൽ തന്നെ വിളമ്പി അപ്പുറത്തെ ഇല ഇട്ടിട്ട് അതില് ഉപ്പും ശർക്കരയും തേങ്ങാപ്പൂട്ടും വിളമ്പും. തേങ്ങാപ്പൂട്ടിനും ശർക്കരയ്ക്കൊക്കെ ഇത്രയും രുചിയുണ്ട് എന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് ഗുരുവായൂരിന് സാധനം കഴിച്ചപ്പോ. ഒരിക്കലെങ്കിലും നമ്മുടെ മെനു ഒരു ദിവസം ഒന്ന് ഗുരുവായൂരുള്ള ദിവസം ഉത്സവ സമയത്ത് അപ്പോഴേ കിട്ടുള്ളൂ. നിങ്ങൾ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ, പണ്ട് ഞാൻ തന്നെ ഏതൊരു സമയത്ത് ഗുരുവായൂരപ്പന്റെ രാത്രി ശിവയിലെ കുറിച്ച് പണ്ടൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഗുരുവായൂരപ്പന്റെ ഈ രാത്രി ശിവയിൽ പോയി തൊഴണം. അതുപോലെ ഇനി അടുത്ത കുംഭമാസത്തിൽ പൂയം തൊട്ട് തുടങ്ങുന്ന 10 ദിവസത്തെ ഉത്സവ സമയത്ത് പെരുന്നാളത്തുള്ള എല്ലാവരും ഒരു ദിവസമെങ്കിലും പോയി ഗുരുവായൂരപ്പന്റെ ഉത്സവ കഞ്ഞി കുടിക്കുക. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് ആ സ്പൂൺ എടുത്ത് കുടിക്കൂ എന്നൊക്കെ പറഞ്ഞെങ്കിൽ കേൾക്കും. പാളപ്ലേറ്റ് ഒക്കെ തരുമ്പോ ഇങ്ങനെയല്ല കഴിക്കേണ്ടത്, ആ പാളപ്ലേറ്റിലുള്ള ആ പ്ലാവില കൊണ്ടുള്ള സ്പൂൺ കൊണ്ട് എടുത്ത് കുടിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞ് കേൾക്കാം. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പൻ, അദ്ദേഹത്തുമായിട്ട് ഈ അമ്പലത്തിന് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. നോക്കൂ, രണ്ടുപേരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു വില്ലുമംഗലം സ്വാമിയാർ അല്ലെ? ഈ ഭഗവാന്റെ ഉൽപ്പത്തി ഇവിടെ ഉണ്ടാവാനും കാരണം വില്ലുമംഗലാണ്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരിൽ ഒരാളായിരുന്നു വില്ലുമംഗലം. നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ കൈകൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരാള് ഇവിടെ അടുത്തുണ്ട്. ആരത്? ഇത്ര നേരം ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞില്ല, ഇനി കുറച്ചേ നിങ്ങൾ പറയാ. കഴിഞ്ഞ ജന്മത്തിൽ കണ്ണപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാട്ടാളനായിട്ട് ജനിക്കുകയും അടുത്ത ജന്മത്തിൽ എന്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം അവിടെ പ്രതിഷ്ഠ നടത്താനുള്ള ഭാഗ്യം ഞാൻ നിനക്ക് തന്ന് അനുഗ്രഹിച്ചോളാം ആ ജഗദംബിക പറഞ്ഞ് കീഴ്ക്കാവില ഭഗവതിയെ അവിടെ പ്രതിഷ്ഠിച്ചതും സാക്ഷാൽ വില്ലുമംഗലം തന്നെയാണ്. ആ വില്ലുമംഗലം അദ്ദേഹം ഇതപ്പൊ കഴിഞ്ഞുള്ളൂ. അദ്ദേഹമായിട്ട് നിരവധിയായിട്ടുള്ള കഥകൾ കാണിച്ചത് പറയാതെ അല്ലെ? എന്താണ് ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുമ്പോ പലപ്പോഴും തോന്നാറുള്ളതാണ്, അമ്പലപ്പുഴ നാടകശാല സദ്യ ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ആരും പോയിരുന്നു ഇവിടുന്ന്? പോയില്ല. അമ്പലപ്പുഴ നാടകശാലയുടെ പുറകിലുള്ള കഥ എന്താ? വില്ലുമംഗലം ഉത്സവം നടക്കുന്ന സമയത്ത് നാടകശാല സദ്യ ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോയി. ശ്രീകോവിലിൽ പോയി നോക്കിയപ്പോ ഭഗവാനെ കണ്ടില്ല. ഇയാളിപ്പോ എവിടെ പോയി? നിങ്ങൾ കരുതുന്ന പോലെ ഭഗവാൻ ജഗണത കളിക്കാൻ പോയതൊന്നുമല്ല. ഇന്നിപ്പോ ഉണ്ണിയേട്ടനായിട്ട് പോയിട്ടുണ്ട് എന്നാണ് എല്ലാവരുടെയും ധാരണ. ഒരു കുട്ടീനോട് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത്, ബാലാമണ്ണ കല്യാണം നടത്തി കൊടുത്തു, ഞാൻ എത്രയായി പറയണം, എന്റെ അടുത്ത് വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഭഗവാൻ ആവശ്യമുള്ള സമയത്ത് വരും, ഉചിതമായ സമയത്ത് നടപടി ഉണ്ടാവും. ഗുരുവായൂരപ്പൻ പോലും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഇപ്പൊ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് രണ്ട് റിക്വസ്റ്റ് ആണ്. ഒന്ന്, നന്ദനം കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഉദയം കൊണ്ടുള്ള ശല്യം കഴിഞ്ഞു എന്ന്. ഇപ്പൊ ഈ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നൊരു സിനിമ കൂടെ ഇറങ്ങിയപ്പോൾ കംപ്ലീറ്റ് ആണ്. കല്യാണം കഴിപ്പിച്ച കൃഷ്ണ. അങ്ങനെയുള്ള വില്ലുമംഗലം ഭഗവാനെ കാണാതെ ഇറങ്ങി പുറപ്പെട്ടു. നാടകശാല സദ്യ നടക്കുന്ന സ്ഥലത്ത് പോയ സമയത്ത് തന്റെ ഉത്സവത്തിന് വന്നിട്ടുള്ള വാദ്യക്കാർക്കും മേളത്തിന് പങ്കെടുക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഉള്ള സദ്യയിൽ ഭഗവാൻ നെയ്യ് വിളമ്പിക്കൊണ്ട് ഒരു ഉണ്ണി നമ്പൂതിരിയായിട്ട് അത് കൂടെ സഞ്ചരിക്കുന്നത് കണ്ടു എന്നാണ്.
അപ്പൊ ഭഗവാനെ വിളിച്ച് ഭഗവാൻ ഓടിപ്പോയി. അന്ന് തൊട്ടിട്ടാണ് നാടകശാല സദ്യ തുടങ്ങിയതാണ്. ഇന്നും ഭഗവാന്റെ നോക്കൂല്ലേ, നമുക്ക് ഞാനൊക്കെ എന്റെ അമ്മയുടെ അടുത്ത് എത്രയൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ ഇന്നേ വരെ ഗുരുവായൂരത്തെ രസകാളൻ പോലത്തെ ഒരു മോര് കൂട്ടാൻ എന്റെ അമ്മ ജീവിതത്തിൽ വെച്ചിട്ടില്ല. ഉത്സവ സമയത്ത് ഒരു ദിവസം വീട്ടിൽ കൊണ്ടായി കൊടുത്തു, കണ്ടു പഠിക്കുക. അമ്മ ഒറ്റ വാക്കിനാണ് മറുപടി പറഞ്ഞത്, നമ്മൾ ഇനി ഷെഫ് പിള്ളേരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചാലും ഇതേപോലെ ഒന്നും, ഇത് ഗുരുവായൂരപ്പന്റെ പ്രസാദമാണ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. നമ്മളത് പ്രസാദമായിട്ട് കഴിക്കുന്നുണ്ട് അല്ലെ, അവിടെ പോകുമ്പോ അന്നലക്ഷ്മി ഹാളില്. എന്നാൽ ഇത് പ്രസാദം അല്ലാതെ കഴിക്കുന്ന ചില ആൾക്കാരുണ്ട്. ആരാത്? ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന രീതിയിൽ ഞാൻ കാണുന്നത്, നിങ്ങൾ ഗുരുവായൂർ വരുമ്പോ രാവിലെ നിർമ്മാല്യം സമയത്തൊക്കെ വരിക, റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ബസ് സ്റ്റാൻഡിലും മഞ്ജുളാലിന്റെ പരിസരത്തും ഒക്കെ പുതച്ചുകൊണ്ട് കിടക്കുന്ന കുറെ പാവങ്ങളെ നിങ്ങൾക്ക് കാണാം. ഗുരുവായൂർ പ്രദേശത്ത് എവിടെ നിന്നൊക്കെയോ വന്നവർ, കുറച്ചു കാലം ഗുരുവായൂർ നിൽക്കുന്നവരായിരിക്കാം, എത്രയോ നാൾ ഗുരുവായൂർ നിന്നവർ അല്ലെ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ഭാര്യ ഇല്ലാതായി പോയവർ, അനാഥരായിട്ടുള്ളവർ, ഇവരൊക്കെ അവിടെ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നത് കാണാം. എന്താണ് ഗുരുവായൂരപ്പന്റെ യഥാർത്ഥത്തിലുള്ള മഹത്വം എന്ന് ചോദിച്ചാൽ, എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരമ്മയുടെ കഥ ഉണ്ട്. ഞാൻ ഈ ഗുരുവായൂരപ്പനോട് വാശി പിടിച്ച് ഒന്നും വാങ്ങരുത് എന്ന് പറയാൻ വേണ്ടി ഒരു കഥ തപ്പി നടക്കരുത്. അപ്പോഴാണ് ഒരു മഹാത്മാവ് ഒരു കഥ പറഞ്ഞത്. ഒരു അമ്മയ്ക്ക് കുറെ നാൾ കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടായില്ല. അത്ര കുറെ നാൾ കഴിഞ്ഞു. വലിയ ഗുരുവായൂർ ഭക്തി ആയതുകൊണ്ട് ഗുരുവായൂരപ്പനോട് പോകുമ്പോഴൊക്കെ പറഞ്ഞു, കൃഷ്ണ എത്ര നാളായി ഞാൻ വരുന്നു, ഒരു കുഞ്ഞിക്കാലല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല. ആദ്യമൊക്കെ നല്ല രീതിക്ക് പറഞ്ഞു, പിന്നെ ഗുരുവായൂരപ്പനെ വഴക്ക് പറയാൻ തുടങ്ങി. സ്വാഭാവികം, നമ്മളൊക്കെ പറയാറുണ്ടല്ലോ. അവസാനം നമ്മൾ സ്ഥിരം ഭഗവാനോട് എടുക്കുന്ന ഒരു ബ്രഹ്മാസ്ത്രം ഉണ്ട്, ദയവായിട്ട് നിങ്ങൾ ആരും അത് ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. എന്താന്ന് പറയുന്നത്, ഇത് ശരിയാവാതെ മേലാൽ ഞാൻ നിന്നെ വന്ന് കാണില്ല എന്ന് ഒരു കാരണവശാലും ഗുരുവായൂരപ്പനോട് പറയരുത്. അതിലും ഭേദം നിങ്ങളൊരു ബ്ലേഡ് എടുത്തിട്ട് മൂപ്പരുടെ ദേഹത്തൂടെ കീറി വരയ്ക്കുന്ന, അത്രയധികം വിഷമിച്ചു പോകുമ്പാവും. എന്തിനാണ് ഓരോ ദിവസം ഈ ഉച്ചപൂജയ്ക്ക് ഓരോ വേഷം കിട്ടി നിൽക്കുന്നത്? നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അത് കാത്തിക്കുന്നത് പാവം. എന്നെ കാണാൻ വരുന്ന എന്റെ ഭക്തർ എന്നെ കണ്ടിട്ട് അവരുടെ വിഷമം മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ, ഞാൻ എന്ത് കോലം കെട്ടാനും തയ്യാറാന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഓരോ വേഷം കെട്ടി ആ ശ്രീകോവിലിന്റെ ഉള്ളിലിരിക്കണു പാവം. അതിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് നമ്മൾ പറയണത്, ഇനി മേലെ ഞാൻ നിന്നെ കാണാൻ വരില്ല എന്ന്. ദയവായിട്ട് ചെയ്യുന്നു. അമ്മയും പറഞ്ഞു അതേപോലെ, ഗത്യന്തരല്ലാണ്ട് ഭഗവാൻ ഉണ്ണി കൊടുത്തു, സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. ഗുരുവായൂർ പ്രദേശത്ത് അന്നലക്ഷ്മി ഹാളില് ഈ ചോറും രസകാളനും വിളമ്പുന്ന ഒരു ചേട്ടൻ ഒരമ്മയ്ക്ക് ചോറ് വിളമ്പി രസകാളം വിളമ്പിയിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഉത്രേ അന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതല്ലേ, എന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചതല്ലേ എന്ന്. ആദ്യം മനസ്സിലായില്ല, അയാൾ വിളമ്പിക്കൊണ്ട് പോയി. ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചു. വീട്ടിൽ നിന്ന് ആ ഗുരുവായൂരപ്പൻ കൊടുത്ത മകനും ഭാര്യയും മക്കളും കൂടെ ഗുരുവായൂർ തൊഴാൻ വന്നിട്ട്, അമ്മ ഇവിടെ നിന്നോളൂ, ഞങ്ങൾ പായസം വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ് പോയതാ. പിന്നെ വന്നിട്ടില്ല, അന്ന് പോയതാ. അതിനാരോടും ചോദിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഇന്ന് ഭഗവാന്റെ ഭക്ഷണം കഴിച്ച് അവിടെ താമസിക്കുന്നുണ്ട് ഭാവം. ഭാവം വന്ന് ചോദിച്ചു, അത്രേ ഞാനായിട്ട് തരാതിരുന്നതല്ലേ, എന്റെ ഇന്ന് പിടിച്ചു വാങ്ങിയതല്ലേ, ഞാൻ ഉണ്ടായിരുന്നല്ലോ, എന്നെ എന്തുകൊണ്ട് കണ്ടില്ല. അതുകൊണ്ട് അമ്മമാരെ, നിങ്ങളുടെയൊക്കെ കുട്ടിയാണ്. എനിക്കൊക്കെ ഒരു കൂട്ടുകാരന്റെ സ്ഥാനമേ ഉള്ളൂ. നിങ്ങളൊക്കെ പെറ്റ കുട്ടി, സ്വന്തം കുട്ടി, നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാം. ഒരമ്മയുടെ വാത്സല്യം കിട്ടി മതിയായിട്ടുള്ള ഗുരുവായൂരപ്പനെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ജനിച്ച പാടെ സ്വന്തം അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. 10 വയസ്സ് വരെ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മദർ ഇൻ ദ വേൾഡ് സാക്ഷാൽ യശോദ. അമ്മയുടെ കൂടെ 10 വർഷം വീണ്ടും തിരിച്ചു പോകുന്നു. സ്വന്തം അമ്മയെ കണ്ടപ്പോ സ്വന്തം അമ്മ കുട്ടിയായിട്ട് കണ്ടില്ല, ഭഗവാനായിട്ട് കണ്ടു. അതുകൊണ്ട് ഇന്നും നിങ്ങളെ പോലുള്ള അമ്മമാരുടെ അടുക്കളയിലാണ് ഭൂലോക വൈകുണ്ഠം എന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. നിങ്ങൾ ചോറ് വിളമ്പി വെച്ച് ഇത്തിരി തൈര് ഒഴിച്ച് ഇത്തിരി കടുമാങ്ങ ഇത്തിരി കുഴച്ച് 4 ഉരുള ഉണ്ടാക്കിയിട്ട് ഇത് എന്റെ ഉണ്ണിക്ക് എന്ന് പറഞ്ഞ് ധ്യാനിച്ച് നിങ്ങൾ മാറ്റി വെച്ചാൽ
ഗുരുവായൂരിലെ ലിറ്റർ കണക്കിന് പാൽപ്പായസം വേണ്ടാന്ന് വെച്ച് നിങ്ങളുടെ അടുക്കളയിൽ പെറ്റി കിടക്കും ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പന് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ലോകത്ത് ഒരാൾക്ക് കിട്ടില്ല. നിങ്ങളൊക്കെ തന്നെയാണ് യശോദ. ആ നിങ്ങളുടെ ഭാഗ്യത്തെ നിങ്ങൾക്ക് തന്ന പെരുന്നാളത്തപ്പോൾ നിങ്ങൾ നമസ്കരിക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ സപ്താഹം നടക്കുന്ന സമയത്ത് അമ്മമാർക്കൊക്കെ പരിചയം ഉണ്ടാവും. ഈ ഊണ് കഴിക്കുന്നതിന് മുമ്പായിട്ടൊരു പാട്ട് പാടും. കണ്ണൻ ഉണ്ണി മാമുണ്ണണേ, ഒട്ടൂരിന്റെ വെയിലു കൊണ്ടു നിൻ പൂടലയ്യോ താളുപോലെ തളരുന്നു, അല്ലെ, മണ്ണു വാരി കളിച്ചത് മതി കണ്ണൻ ഉണ്ണി മാമുണ്ണണേ. ആ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എവിടെ പറയുന്നത്, അതിൽ മഹാദേവനെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ആ പാട്ടില്. ഈ ചെറുത് ഇങ്ങനെ കളിക്കേണ്ട, തുണി കൊടുക്കേണ്ട, റോട്ടിൽ കൂടെ മുഴുവൻ ഓടിയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോ സ്വന്തം അമ്മ വിളിച്ച് പറയാണ്, കാകവേഷത്തിൽ നിൽപ്പു ശങ്കരൻ വിഷ്ണു നിർമാല്യം ഉണ്ണുവാൻ എന്നാണ്. ഉണ്ണി, ഈ നിൽക്കണ കാക്ക ആരാന്നറിയോ നിനക്ക്? ഇത് സാക്ഷാൽ മഹാദേവനാണ്. എന്തിനാ ഉണ്ണി അദ്ദേഹം കാത്തു നിൽക്കുന്നത്? എന്റെ ഉണ്ണി ചോറുണ്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കണം അമ്മയ്ക്ക്. അതുകൊണ്ട് എന്റെ ഉണ്ണി വന്ന് ചോറുണ്ട് എന്ന് പറയുന്ന ആ അമ്മ നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞു. മഹാദേവൻ പോലും വിഷ്ണുവിന്റെ നിർമ്മാല്യം ഉണ്ണാനായിട്ട്, അത് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെറുതാണ് മഹാദേവൻ എന്ന് പറയാനല്ല ഞാൻ ഉപയോഗിച്ചത്, അത്രയധികം ഇഷ്ടമാണ് ഭഗവാനെ എന്നാണ്. ഗുരുവായൂരപ്പൻ പോലും നല്ലൊരു ഉണ്ണീനാവാൻ വേണ്ടി പ്രാർത്ഥിച്ചത് മഹാദേവനെയാണ്. പാശുപത വ്രതം, ആ വ്രതം എടുത്തിട്ടാണ് സാമ്പൻ എന്ന് പറയുന്ന മകൻ ഭഗവാന് ജനിക്കുന്നത്. സാമ്പൻ എന്ന് പറയുന്നത് എന്താ അർത്ഥം? അമ്പയോട് കൂടിയവൻ ശിവൻ എന്നാണ് അർത്ഥം. സ്വന്തം മകന് ശിവന്റെ പേരിട്ട ആളെയാണ് നിങ്ങൾ ശിവന്റെ വിരോധിയായിട്ട് മാറ്റാൻ നോക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാനെ എത്രത്തോളം നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും അത്രത്തോളം, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ഒരമ്മയായി കണ്ട് സ്നേഹിക്കുക. അങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടാവും ഭഗവാൻ. ഞാൻ എപ്പോഴും ഗുരുവായൂരപ്പനോട് ചോദിക്കാറുണ്ട്, കൃഷ്ണ, അങ്ങ് ഈ യശോദാമ്മ ഒരു ഒരല് കെട്ടിയിട്ടപ്പോ അത് വലിച്ചോണ്ട് പോയിട്ട് കുബേരന്റെ മക്കളായിട്ടുള്ള രണ്ടുപേർക്ക് അവിടെ നിന്ന് മോക്ഷം നൽകി, അല്ലെ? ഇത്ര ഉണ്ടായിരുന്ന സാധനം അത് ഒരല് പോലും ഒതുങ്ങി കടന്നില്ല. കുറൂരമ്മ എന്ന് പറയുന്ന ഒരു അമ്മ കറിക്കൊലം കൊണ്ട് അടച്ചപ്പോ 3 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ അനങ്ങാണ്ട കടന്നു. ഞാൻ എങ്ങോട്ടും പോണില്ല. ഒരു ഇഞ്ച് അനക്കിയില്ല ആ പാത്രം. അവിടെ കടക്ക് കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ അവിടെ കടന്നു. പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരാളെ നിയന്ത്രിക്കാൻ, പ്രിയപ്പെട്ടവരെ, അമ്മമാരെ, നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് നിങ്ങളുടെ മഹത്വം. പ്രപഞ്ചം മുഴുവൻ ആരാണോ നിയന്ത്രിക്കുന്നത് അയാളെ നിയന്ത്രിക്കുന്ന ആളാണ് നിങ്ങൾ. ആ നിങ്ങളുടെ ഭാഗ്യത്തെ വളരെ നന്ദിയോടുകൂടി സ്മരിക്കണം.